അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹദീസ് നമ്പർ 312. റിയാദുസ് സാലിഹീൻ കുടുംബ ബന്ധവും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന 40ാമത്തെ ബാബായിട്ടിക്കട് ഞങ്ങൾ വിവരിച്ചു വന്നുകൊണ്ടുള്ളത്. അതിലെ ഫസ്റ്റ് ഹദീസായിട്ട് ഇന്ത്യ വിവരിക്കുള്ളത് കുടുംബ ബന്ധം എന്നുള്ളതൊക്കെ ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുത്തത് 2 വിഷയം. ഒന്ന് കുടുംബ ബന്ധം, പിന്നൊന്ന് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചു തന്ന ഫസ്റ്റ് ഹദീസ് നമ്പർ 312. അൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല. അബൂ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ല്, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ട് ഞാൻ കേട്ടെ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏത് നബിയെ? നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, പല ഇബാദത്തുകളുണ്ട്. എന്നാൽ അല്ലാഹു തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഖാല, അപ്പൊ നബി തങ്ങൾ ചെന്ന് അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന് വഖത്തിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത്. അപ്പൊ നിസ്കാരം അതിന് ടൈമിൽ വെച്ച് നിസ്കരിക്കുക എന്നതാണ് ഏറ്റവും വലിയ അള്ളാഹു ഇഷ്ടപ്പെട്ട ഇബാദത്ത്. അപ്പൊ നിസ്കാരം സമയ ആവലോടുകൂടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വമുള്ള ടൈമായിട്ട് പ്രാരംഭം എന്നുള്ളത്. പിന്നെ ലേട്ടാക്കും പോലെ അതിന് ശ്രേഷ്ഠത എന്തായിക്കൊണ്ടുണ്ട്, കൊറടിയായിട്ടുണ്ട്. അപ്പൊ സമയ ആയ ഉടനെ പെട്ടെന്ന് നിസ്കരിക്കുക എന്നുള്ളതും ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളതും അതൊക്കെ അതിലെ നിസ്കാരത്തെ അദബുകളിലും സുന്നത്തുകളിലും പെട്ട ഒന്നായിട്ടില്ല. അപ്പൊ സമയത്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് അതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് ഒന്നാമത്തെ ആൻസർ. കുൽത്തു സുമ്മയ്യു, മഹാനവർകൾ ചൊല്ല്, പിന്നെ ഞാൻ കേട്ടെ, പിന്നെ ഏത്? അത് കുട്ടെ കാല ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. കുൽത്തു, നാ ചൊന്നെ സുമ്മയ്യു, പിന്നെ ഏത് നബിയെ? കാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുടെ ദീനിന് വേനായിട്ട് യുദ്ധം ചെയ്യുക. മുത്തഫഖുൻ അലൈഹി. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിൽ ഒന്നാമതായി ചൊന്നത് നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കുക എന്നുള്ളത്. രണ്ടാമതായി അത് ഒട്ടുകു ചൊന്നത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇസ്ലാം അതിക്ക് എത്ര പ്രാധാന്യം കൽപ്പിക്കുന്നത്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളത്. അപ്പൊ നിസ്കാരത്തെ തൊട്ട് പിറകിലായിട്ടിക്കടത് എണ്ണിയത്, പിന്നെ ആയിട്ടിക്കട അള്ളാഹുടെ ദീനക്ക് വേനായിട്ട് യുദ്ധം ചെയ്യുക എന്ന അത് എണ്ണിയത് പിന്നെ ആയിട്ടിക്കട. അപ്പൊ മാതാപിതാക്കളോടുള്ള ആ കടപ്പാടും ചൊല്ലുന്നത് അങ്ക് ഗുണം ചെയ്യുക എന്നുള്ളത് നിസ്കാരത്തെ തൊട്ടു പിറവിൽ തന്നെ നിൽക്കുക എന്ന്. അതിൽ പിന്നെ ആയിട്ടിക്കട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുടെ ദീനക്ക് വേനായി പുറത്തിനെ സംബന്ധിച്ച് ചൊന്നത്. മുത്തഫഖുൻ അലൈഹി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങളെ മാതാപിതാക്കളോട്ട് നിങ്ങൾക്ക് എത്ര കടപ്പാടുകളുണ്ട് എന്നുള്ളത്. ഹദീസ് നമ്പർ 313. വൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജ്സി വലദുൻ വാലിദൻ ഇല്ലാ അൻ യജിദഹു മംലൂകൻ ഫയസ്തരിഹു ഫയൗതിഖു. റവാഹു മുസ്ലിം. ഒരു മോനും ബാപ്പവനക്ക് കഷ്ടപ്പെടുന്നതൊക്കെ സമാനായിട്ട് എന്തെങ്കിലും ആക്കി കൊടുത്താണ്ട് ചൊല്ലുക ഒന്നുമില്ല. പക്ഷേ ബാപ്പയുടെ അടിമയായി എത്തിച്ചപ്പോ ആ അടിമയുടെ വില കൊടുത്ത് എടുത്തിട്ട് ബാപ്പയുടെ ഇതുക്കാക്കിയെങ്കിൽ മോന് ബാപ്പക്ക് സമാനമായ ഒരു ഉപകാരാക്കിയാൻ ചൊന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളെ റായത്തിലല്ലാത്ത ഒന്നായിട്ട് ഈ അടിമ സമ്പ്രദായത്തിൽ ഇപ്പൊ ഇല്ല, എവിടെയും ഇല്ല. അത് കുറടി പല കാലങ്ങളിലൊക്കെ ഇന്നത്തെ. അപ്പൊ ഈ അടിമയാൻ ചെന്നുള്ളത് അത് ഒരു ജാതി എന്തുമല്ല. പല കാലത്ത് പല റായങ്ങളിലൊക്കെ പരസ്പരം യുദ്ധം ഉണ്ടാവുന്നുണ്ട്, ഇവിടെ സരന യുദ്ധം ഉണ്ടാവും. അപ്പൊ സ്വത്തങ്ങളെ പിടിച്ചു പോയിട്ട് അടിമയായി വെക്കിടാറ്, വേണ്ടെങ്കിൽ വിക്കിടാറ്. അങ്ങനെ ഇത്തുക്കാക്കി വിട്ടെങ്കിൽ, മോചനയാക്കി വിട്ടെങ്കിൽ, സ്വതന്ത്രരാക്കി വിട്ടെങ്കിൽ അങ്ങ് സ്വതന്ത്രരാവിടാറ്. അല്ലെങ്കിൽ അങ്ങ് എന്താക്കാം, യജമാനിട്ട് ചൊല്ല, നന്റെ നീന് സ്വതന്ത്രരാക്കി ಬಿಡು, ನಿಕ್ ನಾನು ಐಚಿಟ್ಟು ಇತರ ಪೈಸಾ ತಂದೆ, ಇತರ ವರ್ಷത്തിൽ ಇತರ ಆയിട്ട് ನಿಕ್ ತಂದೆ. അങ്ങനെ സ്വതന്ത്രരാവിടെ മുമ്പുള്ളവർ ചില ഷറ എന്താക്കിത്ത്
ചില കാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് പ്രായശ്ചിത്തായിട്ടും ഈ ഒരു അടിമയുടെ ഇത്തുക്കാക്കി വിടണോട്ടൊക്കെ നിയമിച്ചതുണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ അങ്ങനെയല്ല മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിമകളെ ഇത്തുക്കാക്കിയിട്ട് ഒരാവശ്യത്തിനും വേണ്ടിയല്ല, അത് വലിയ കൂലിയുള്ള കാര്യം എന്ന നിലക്കായിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹുവിന്റെ ഇത്തുക്കാക്കിയതായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇങ്ങനെ ഈ അടിമ എന്നുള്ള ആ ബാപ്പയുടെ അടിമ മോനെന്താ പൈസത്തവന സ്വത്തുള്ളവനായ, അപ്പോ ബാപ്പ അടിമയുണ്ട്, ബാപ്പയുടെ വില കൊടുത്തോ എടുക്കലോട് കൂടെ ബാപ്പ ഇത്തുക്കാവുട് സ്വതന്ത്രരാവുട്, ബാപ്പയുടെ ഉമ്മയുടെ പൈസ കൊടുത്ത് എടുക്കലോട് കൂടെ അങ്ങ് സ്വതന്ത്രരാവുട് വിടണുണ്ടെന്നില്ല, ഇത്തുക്കാക്കൊന്നുണ്ടേയില്ല. അപ്പൊ മോന് ബാപ്പയുടെ പൈസ കൊടുത്ത് ഇത്തുക്കാക്കാൻ കണ്ടെങ്കിൽ ബാപ്പാക്കിയ ആ ബാപ്പ മോനുക്ക് മേനായി കഷ്ടപ്പെടുന്നതിക്ക് മോന് സമാനമായ ഒരു പ്രവൃത്തിയാക്കാൻ ചൊല്ലാം. അല്ലാണ്ട് വേറെ എത്ര ഉണാക്കിയാൻ കണ്ടെങ്കിലും മോന് ആ ബാപ്പക്ക് അങ്ങ് എന്തല്ല മാതാപിതാക്കളാക്കിയ ഗുണത്തിലും ബാപ്പാന് മാത്രമല്ല ഉമ്മാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പൊ ബാപ്പക്കും ഉമ്മക്കും ഒരു മോന് സമാനമായ ഒരു ഉപകാരാക്കിയാൻ ചൊല്ലുക വേറെ ഒന്നും കൊണ്ടും സാധ്യമല്ല. അപ്പൊ അത്രക്കും കടപ്പാടുകളായിട്ട് ബാപ്പടട്ടും ഉമ്മടട്ടും മക്കൾക്കുള്ളത് എന്ന് അല്ലാഹു തആല ഞങ്ങളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പരിശുദ്ധ റമളാന്റെ 1-ാമത്തെ നാൾ അല്ലാഹു അതിനെ കാമിലാക്കി തരട്ടെ. അല്ലാഹു നല്ല നിലക്ക് ആദരിക്കുള്ള തൗഫീഖും നമുക്ക് തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.